എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി മത്തങ്ങ വൻപയർ എരിശ്ശേരിയാണ്. സ്ക്രോൾ ചെയ്ത് പോവല്ലേ. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും മത്തങ്ങ വൻപയർ എരിശ്ശേരിയൊക്കെ ഉണ്ടാക്കാൻ അറിയാമെന്ന്. പക്ഷെ നമ്മളിൽ പലരും പല റെസിപ്പീസും പല രീതിയിലാണ് ട്രൈ ചെയ്യുന്നത്. ചെറിയ ചില മാറ്റങ്ങൾ പോലും ടേസ്റ്റിൽ വലിയ വ്യത്യാസം കൊണ്ടുവരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം നിങ്ങൾ ഇതുപോലെ അല്ല ട്രൈ ചെയ്യുന്നതെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് ഞാൻ ഒരു അരക്കപ്പ് പയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ വെള്ള പയറാണ് കിട്ടിയത്. നിങ്ങൾക്ക് ആ ബ്രൗൺ കളർ പയർ കിട്ടുമെങ്കിൽ അത് എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഈ പയർ ഞാൻ കുതിർത്തൊന്നും വെക്കുന്നില്ല. പയർ നന്നായിട്ട് കഴുകിയ ശേഷം ഞാൻ പ്രഷർ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു 3.5 കപ്പ് വെള്ളം ചേർത്ത് നമുക്കിത് പ്രഷർ കുക്ക് ചെയ്ത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വെന്തുടഞ്ഞു പോകരുത്. ഇടയ്ക്ക് കുക്കർ തുറന്ന് ഒന്ന് നോക്കി പാകത്തിന് വേവിച്ചെടുക്കുക കേട്ടോ. ഈ ഒരു പരുവത്തിൽ വേണം വേവിച്ചെടുക്കാൻ. വെന്തുടഞ്ഞൊന്നും പോകരുത് കേട്ടോ. അപ്പോൾ പയർ വെന്തത് നമുക്ക് മാറ്റി വെക്കാം. ഇനി മറ്റൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് മത്തങ്ങ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ ഒന്നും മെഷർമെൻറ്റ് പറയാത്തത് എല്ലാം സ്ക്രീനിൽ ഞാൻ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. അതാണ്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആ പയർ വേവിച്ചതിൻ്റെ ബാലൻസ് കുറച്ച് വെള്ളം ഉണ്ടാവും. ആ വെള്ളം നമുക്ക് ഈ മത്തങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്ലാതെ നമുക്ക് പച്ചവെള്ളമൊന്നും ഇനി അഡീഷണൽ ഈ കറിയിൽ ചേർക്കുകയോ വേണ്ട കേട്ടോ. ആ വെള്ളം കൂടി ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു തേങ്ങയുടെ കൂട്ട് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ജീരകം ഇത്രയും ചേർത്ത് വെള്ളം ചേർക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അരച്ച് പേസ്റ്റ് പോലൊന്നും ആക്കരുത് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മത്തങ്ങ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. മത്തങ്ങയും വെന്തുടഞ്ഞു പോകാൻ പാടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നോക്കിയാൽ നമ്മുടെ പയറും മത്തങ്ങയും ഒന്നും നന്നായിട്ട് വെന്തുടഞ്ഞൊന്നും പോയിട്ടില്ല. ഇനി നമുക്ക് നമ്മുടെ തവി കൊണ്ട് ഇതിൽ കുറച്ച് ഭാഗം ഒന്ന് ഉടച്ച് ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടുകൂടി ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ആ അരപ്പിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിനി ഇതിൽ ഉപ്പ് നോക്കണം. ആവശ്യത്തിന് ഉപ്പ് ഇപ്പം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ എരിശ്ശേരി കിട്ടുന്നത്. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി തിക്കായിട്ട് വരും. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വറവ് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത ശേഷം നമുക്കിനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് തേങ്ങ ചേർക്കേണ്ട കേട്ടോ. ഈ 2 ടേബിൾ സ്പൂൺ തേങ്ങ മതിയാകുമേ. ഇനി ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോകാൻ പാടില്ല. ഇത് നന്നായിട്ട് വറുത്തെടുത്ത ശേഷം നമുക്കത് നമ്മുടെ എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കഞ്ഞീരുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണിത്. ഇതും കുറച്ച് കഞ്ഞിയും ഒരു പപ്പടം ഉണ്ടെങ്കിൽ സംഗതി ഉഷാറാവും. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ.